സ്വന്തമായി ഒരിത്തിരി മണ്ണും അതിലൊരു കൊച്ചു വീടും ഏതൊരു മലയാളിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണിത്. പക്ഷെ ഇന്നത്തെ കാലത്ത് സിമെന്റിനും കമ്പിക്കും കല്ലിനും ഒക്കെ വില കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു വീട് പണി തീർക്കുക എന്നത് അത്ര എളുപ്പമല്ല. ലൈഫ് പദ്ധതിയിൽ പേര് വരാത്തവർക്കും എന്നാൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച മികച്ചൊരു പദ്ധതിയാണ് ഗൃഹശ്രീ ഭവന നിർമ്മാണ പദ്ധതി. കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. എന്താണ് ഈ പദ്ധതിയെന്നും ഇതിലൂടെ എത്ര രൂപ ധനസഹായം കിട്ടുമെന്നും ആർക്കൊക്കെ അപേക്ഷിക്കാമെന്നും വിശദമായി തന്നെ പറയാം. ആദ്യം തന്നെ ആർക്കൊക്കെ ഇത് കിട്ടുമെന്ന് നോക്കാം. സ്വന്തമായി ഒരിത്തിരി സ്ഥലമുണ്ടായിട്ടും വീട് പണിയാൻ നിവൃത്തിയില്ലാത്ത സാധാരണക്കാർക്കാണ് ഈ പദ്ധതി. പ്രധാനമായും അർഹരായ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നത് ഓരോ ജില്ലയിലെയും ഹൗസിംഗ് ബോർഡ് ഓഫീസുകൾ വഴിയാണ്. നിങ്ങൾക്ക് താമസിക്കാൻ യോഗ്യമായ മറ്റൊരു വീടുണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയിലോ മറ്റേതെങ്കിലും സർക്കാർ ഭവന പദ്ധതികളിലോ മുൻപ് ആനുകൂല്യം കൈപ്പറ്റിയവരാകരുത്. ഇനി ഇതിന്റെ തുകയെക്കുറിച്ച് പറയാം. ഇതിൽ ഗുണഭോക്തൃ വിഹിതമായി 1 ലക്ഷം രൂപ നമ്മൾ അടയ്ക്കണം. ബാക്കി തുക സ്പോൺസർമാരും സർക്കാരും ചേർന്നാണ് നൽകുന്നത്. വീടിന്റെ ആകെ തറ വിസ്തീർണം 83 ചതുരശ്ര മീറ്ററിൽ കൂടാൻ പാടില്ല എന്നതാണ് പ്രധാന നിബന്ധന. അതായത് ഏകദേശം 893 ചതുരശ്ര അടിവര വിസ്തീർണമുള്ള വീടുകൾക്ക് മാത്രമേ ഈ സഹായം ലഭിക്കൂ. ഏതൊക്കെ രേഖകളാണ് നിങ്ങൾ കരുതി വെക്കേണ്ടതെന്ന് നോക്കാം. ഇത് കുറച്ചധികമുണ്ട്, ശ്രദ്ധിച്ച് കേൾക്കണം. ആദ്യം വേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡും ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ കാർഡുമാണ്. രണ്ടാമതായി വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് വേണം. നിങ്ങളുടെ കുടുംബ വരുമാനം നിശ്ചിത പരിധിയിൽ താഴെയാണെന്ന് ഇതിലൂടെ ഉറപ്പാക്കാം. അടുത്തത് വസ്തുവിന്റെ കൈവശാവകാശ സർട്ടിഫിക്കറ്റും ലൊക്കേഷൻ സർട്ടിഫിക്കറ്റുമാണ്. ഇതും വില്ലേജ് ഓഫീസിൽ നിന്ന് തന്നെ ലഭിക്കും. നിങ്ങളുടെ വസ്തുവിന്റെ പ്രമാണത്തിന്റെ ഒരു പകർപ്പും റേഷൻ കാർഡിന്റെ പകർപ്പും സ്വയം സാക്ഷ്യപ്പെടുത്തി കരുതണം. വസ്തുവിന്മേൽ യാതൊരുവിധ ബാധ്യതകളും ഇല്ല എന്ന് തെളിയിക്കുന്ന കുടിക്കട സർട്ടിഫിക്കറ്റും രജിസ്ട്രാർ ഓഫീസിൽ നിന്നും വാങ്ങിയിരിക്കണം. ഇത് കഴിഞ്ഞ 15 അല്ലെങ്കിൽ 30 വർഷത്തെ എടുക്കുന്നതാണ് നല്ലത്. മറ്റൊരു പ്രധാന രേഖ എന്നത് നിങ്ങൾക്ക് നിലവിൽ വാസയോഗ്യമായ വീടില്ല എന്ന് കാണിക്കുന്ന വില്ലേജ് ഓഫീസറുടെയോ പഞ്ചായത്ത് സെക്രട്ടറിയുടെയോ സർട്ടിഫിക്കറ്റ് ആണ്. ഒപ്പം ലൈഫ് പദ്ധതിയിൽ ആനുകൂല്യം ലഭിച്ചിട്ടില്ല എന്ന സാക്ഷ്യപത്രവും വേണം. പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും നിർബന്ധമാണ്. സ്ഥലം നിങ്ങളുടെ പേരിൽ പോക്കുവരവ് ചെയ്ത കരം തീർത്ത രസീതും തണ്ടപ്പേർ സർട്ടിഫിക്കറ്റും ഹാജരാക്കണം. പണം നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് ബാങ്ക് പാസ്ബുക്കിന്റെ ആദ്യ പേജിന്റെ പകർപ്പും വേണം. അതിൽ അക്കൗണ്ട് നമ്പറും IFSC കോഡും വ്യക്തമായിരിക്കണം. ഇനി അപേക്ഷിക്കേണ്ട രീതി പറയാം. നിങ്ങളുടെ ജില്ലയിലെ ഹൗസിംഗ് ബോർഡ് ഓഫീസിലാണ് ആദ്യം പോകേണ്ടത്. അവിടെ നിങ്ങളുടെ ഒറിജിനൽ പ്രമാണങ്ങൾ പരിശോധനയ്ക്കായി നൽകണം. അവർ അത് നോക്കി ബോധ്യപ്പെട്ട ശേഷം തിരികെ നൽകും. പരിശോധന കഴിഞ്ഞാൽ നിങ്ങൾ സ്പോൺസർ വിഹിതമായ 1 ലക്ഷം രൂപ അടയ്ക്കണം. ഇത് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷിക്കാനുള്ള ഒരു പാസ്വേഡ് ലഭിക്കും. ഈ പാസ്വേഡ് ഉപയോഗിച്ച് ഓൺലൈൻ പോർട്ടലിൽ കയറി നിങ്ങളുടെ 20 KB താഴെ വലിപ്പമുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അപേക്ഷ പൂർത്തിയാക്കി അതിന്റെ പ്രിന്റ് ഔട്ട് എടുക്കുക. കൂടെ 100 രൂപ രജിസ്ട്രേഷൻ ഫീസും അടയ്ക്കണം. അവസാനമായി 200 രൂപയുടെ മുദ്രപത്രത്തിൽ ബോർഡുമായി ഒരു കരാറിൽ ഏർപ്പെടണം. ഈ കരാറും അപേക്ഷയുടെ ഹാർഡ് കോപ്പിയും ജില്ലാ ഓഫീസിൽ സമർപ്പിക്കണം. പണി തുടങ്ങുന്നതിന് മുൻപ് മറ്റൊരു പ്രധാന കാര്യം ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങളുടെ വീടിന്റെ പ്ലാൻ അംഗീകരിച്ച ബിൽഡിംഗ് പെർമിറ്റ് ഹാജരാക്കിയാൽ മാത്രമേ 1ാം ഗഡു പണം അനുവദിക്കൂ. അപേക്ഷിക്കുമ്പോൾ വരുന്ന ചില പ്രധാന തെറ്റുകൾ ഒഴിവാക്കിയാൽ നിങ്ങൾക്ക് ഈ ആനുകൂല്യം വേഗത്തിൽ ലഭിക്കും. പലരും വസ്തുവിന്റെ ആധാരത്തിലെ പേരും ആധാർ കാർഡിലെ പേരും തമ്മിലുള്ള മാറ്റം ശ്രദ്ധിക്കാറില്ല. ഇത് വലിയ പ്രശ്നമാകാറുണ്ട്. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തണം. ഒരു കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. 2026 പുതിയ ഉത്തരവുകൾ പ്രകാരം അപേക്ഷാ തീയതികളിലും മുൻഗണനാ ക്രമങ്ങളിലും മാറ്റങ്ങൾ വരാം. അതുകൊണ്ട് ജില്ലാ ഹൗസിംഗ് ബോർഡ് ഓഫീസിൽ പോയി നിലവിലെ അവസാന തീയതി ചോദിച്ച് മനസ്സിലാക്കണം. അപേക്ഷാ ഫോമിനോ വിവരങ്ങൾക്കോ വേണ്ടി ആർക്കും പണമോ OTP നമ്പറുകളോ കൈമാറരുത്.